ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് സൗമ്യ. എല്ലാവർക്കും M4 ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മുഖസൗന്ദര്യം സംരക്ഷിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധ കൊടുക്കുന്ന ഇടമാണ് നമ്മുടെ പുരികങ്ങൾ. പുരികത്തിന് ആവശ്യത്തിന് കട്ടിയില്ലാത്തതാണ് പലരെയും അലട്ടുന്ന ഒരു പ്രശ്നം. എന്നാൽ നല്ല ഭംഗിയായിട്ട് നമ്മുടെ പുരികം വളരാനായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ കഴിയുന്ന ചില പൊടിക്കൈകളുണ്ട്. ഇത്തരത്തിലുള്ള ഈ പൊടിക്കൈകൾ നമ്മൾ ഉപയോഗിക്കുകയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നതിൽ കൂടുതൽ നമുക്കൊരു റിസൾട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാം. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമുക്ക് നാച്ചുറലായിട്ട് നമ്മുടെ പുരികം നല്ല കട്ടിയിൽ നമുക്ക് വളരാൻ വേണ്ടിയിട്ട് നമുക്ക് നാച്ചുറലായിട്ട് ചെയ്യാൻ കഴിയുന്ന വഴികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു പൊടിക്കൈയാണ് ആവണക്കെണ്ണ ഉപയോഗിച്ചിട്ടുള്ളത്. ആവണക്കെണ്ണ നമ്മുടെ പുരികം വളരുന്നതിന് സഹായിക്കും. ഇത് നമ്മളെ രാത്രി കിടക്കുന്നതിന് മുൻപായിട്ട് ആവണക്കെണ്ണ പുരികത്തിൽ തേച്ച് പിടിപ്പിച്ച് കിടന്നുറങ്ങിയാൽ മതിയാകും. ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു കോട്ടൻ്റെ തുണി നമ്മൾ ആവണക്കെണ്ണയിൽ മുക്കിയ ശേഷം നമ്മുടെ 2 പുരികത്തിലും നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക. ഇതിന് ശേഷം നമ്മളൊരു 2-3 മിനിറ്റ് നമ്മുടെ കൈവിരലുകൾ കൊണ്ടിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്തുകൂടി കൊടുക്കുക. ഇത്തരത്തിൽ നമ്മൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പുരികത്തിന് നല്ല കട്ടിയോടെ അത് വളരാനായിട്ട് നമ്മളെ സഹായിക്കും. നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണിത്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമുക്ക് ഇതേപോലെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് കറ്റാർ വാഴ. നല്ലൊരു ഷേപ്പ് നമ്മുടെ പുരികത്തിന് നല്ല ഷേപ്പോടെ വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ്. ദിവസവും കറ്റാർ വാഴയുടെ നീര് കൊണ്ട് നമ്മൾ പുരികത്തിൽ മസാജ് ചെയ്യുന്നതിലൂടെ പുതിയ പുരികങ്ങൾ ഉണ്ടാകാനും ഇത് നമ്മളെ സഹായിക്കും. പിന്നെ നമുക്ക് മുട്ടയുടെ വെള്ള ഉപയോഗിക്കാവുന്നതാണ്. മുട്ടയുടെ വെള്ള നന്നായിട്ട് അടിച്ച് ഒന്ന് പതപ്പിച്ചിട്ട് നമ്മുടെ പുരികത്തിൽ തേയ്ക്കുന്നത് നല്ലതാണ്. പിന്നെ നമുക്ക് സവാളയുടെ നീര് ഉപയോഗിക്കാവുന്നതാണ്. സവാളയുടെ നീര് പുരികം വളരാനായിട്ട് നമ്മളെ സഹായിക്കും. സവാള അരിഞ്ഞ് ഇതൊന്ന് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കുക. സവാളയുടെ ജ്യൂസ് ഒരു 5 മിനിറ്റ് നമ്മുടെ പുരികത്തിൽ തേക്കുക. നമ്മളിത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് കഴുകി കളയാവുന്നതാണ്. തീർച്ചയായിട്ടും ഇത് ഒരുപാട് പേർക്കും അറിയാവുന്ന ഒരു ടിപ്പായിരിക്കും. എന്നാലും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഒന്ന് ഷെയർ ചെയ്തത്. പിന്നെ നമുക്ക് വെളിച്ചെണ്ണയും കസ്റ്റാർഡും കൂടി ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ പുരികത്തിന് കറുപ്പ് നിറം ലഭിക്കാനും കട്ടി കൂട്ടാനായിട്ടും ഇത് നമ്മളെ സഹായിക്കുന്ന ഒരു വഴിയാണ്. പിന്നെ നമുക്ക് ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ്. ആൽമണ്ട് ഓയിൽ നമ്മൾ മറ്റ് സൗന്ദര്യ വർദ്ധക വസ്തുക്കളിൽ നമ്മൾ ഉപയോഗിക്കുകയും അല്ലാതെ ഡയറക്റ്റ് നമ്മൾ ഫേസിൽ യൂസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതാണ്. നമ്മുടെ മുഖസൗന്ദര്യത്തിന് ഒരുപാട് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ആൽമണ്ട് ഓയിൽ. അതുപോലെ തന്നെ നമ്മുടെ പുരികത്തിൻ്റെ കാര്യത്തിന് നമുക്കിത് ഉപയോഗിക്കാനായിട്ട് കഴിയും. ആൽമണ്ട് ഓയിൽ നമ്മുടെ ചർമ്മത്തെ ഉത്തേജിപ്പിക്കുകയും അതുപോലെ പുരികം വളരാനായിട്ട് നമ്മളെ സഹായിക്കുകയും ചെയ്യുന്ന ഒന്നാണ്. പിന്നെ ഒലീവ് ഓയിലും നമ്മുടെ പുരിക സംരക്ഷണത്തിന് നല്ലതാണ്. ഇത് നമ്മൾ രാത്രി കിടക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ പുരികങ്ങളിൽ തേച്ച് പിടിപ്പിക്കുന്നതിലൂടെ കൃത്യമായ ആകൃതിയിൽ നമ്മുടെ പുരികം വളരാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ്. തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഈ ടിപ്പുകളെല്ലാം തന്നെ നല്ലൊരു റിസൾട്ട് നമുക്ക് തരുന്ന ടിപ്പുകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരുപാട് മെനക്കേടൊന്നുമില്ലാതെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ടിപ്പുകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പുരികക്കുറവ് ഉണ്ട് എന്നുള്ള വിഷമമുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ വഴികൾ നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കാവുന്നതാണ്. നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ നിങ്ങളിത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഏകദേശം 1 മാസമെങ്കിലും നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്കുക. പകുതിക്ക് വെച്ചിട്ട് ഇട്ടിട്ട് പോകരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് 1 മാസമെങ്കിലും നിങ്ങളൊന്ന് അടുപ്പിച്ച് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പിന്നെ ഇപ്പോൾ ആരെങ്കിലും എൻ്റെ ഈ വീഡിയോ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മുടെ ഈ ഒരു ഫാമിലിയിൽ ഒരു അംഗമാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ഇപ്പോൾ ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെയായിട്ട് ഒരു ചുമന്ന സബ്സ്ക്രൈബ് എന്ന് എഴുതിയ ബട്ടൺ കാണാൻ സാധിക്കും. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് കാണാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് എൻ്റെ ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് എന്ന് എഴുതിയ ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അതിൻ്റെ കൂടെയായിട്ട് നിങ്ങൾക്കൊരു ബെല്ലിൻ്റെ ഐക്കണും വരുന്നതായിരിക്കും. ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചെങ്കിൽ മാത്രമേ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പം മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക.
നമ്മൾ എല്ലാ ദിവസവും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും രാവിലെ 8 മണിക്ക് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാം മിസ് ചെയ്യാതെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. നാളെ നമുക്ക് ഇതിലും മികച്ച ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.